ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആരും ചാനലൊന്നും മാറ്റിക്കളഞ്ഞേക്കരുത്. നമ്മൾ CCTV ക്യാമറയുടെ വീഡിയോ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇന്ന് ഞാൻ തുടങ്ങുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടാണ്. അതിനൊരു കാരണമുണ്ട്, നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇതുപോലുള്ളൊരു സാധാരണ കാറ്റ് കേബിളിൽ ചില ആളുകൾ പറയണത് ഇതിനകത്ത് ഒരു ക്യാമറ കണക്ട് ചെയ്യാം, ഇതിലൊരു ക്യാമറ കണക്ട് ചെയ്യാം, ഇതിലൊരു ക്യാമറ കണക്ട് ചെയ്യാം. പിന്നെ ഈ പോകുന്ന ഈ ഒരു ബ്ലൂവും വൈറ്റ് ബ്ലൂവും കൂടെ കൂടി ചേർത്തിട്ട് ഈ 3 ക്യാമറയ്ക്കും പവറും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റ്സിസ് കേബിളിനകത്ത് ഒന്നിൽ കൂടുതൽ ക്യാമറ വെക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ഒരു കേബിളിനകത്ത് ഒന്നിൽ കൂടുതൽ ക്യാമറ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് കാരണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു ക്യാമറയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ എൻകോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻകോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോനെ പ്രിഡിക്ഷൻ എന്നും ട്രാൻസ്ഫോം എന്ന് പറയുന്ന 2 പ്രോസസ്സിലൂടെ കടത്തി വിടുന്നുണ്ട് ഈ ഒരു ക്യാമറ. അതിനുശേഷം ഈ ഒരു കേബിളിലൂടെ പുറത്തേക്ക് വരുന്ന സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ H.264 വീഡിയോ സിൻടാക്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡൈനാമോയിൽ നിന്ന് വരുന്ന ഒരു കറണ്ട് പോലെയല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഇതൊരു കറണ്ട് അല്ല ശരിക്കും പുറത്തേക്ക് വരുന്നത്. ഒരു H.264 വീഡിയോ അല്ലെങ്കിൽ H.265 വീഡിയോ സിൻടാക്സ് ആണ് ഇതിൻ്റെ വെളിയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം, H.265 വീഡിയോ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വോൾട്ടേജ് ആണത്. അപ്പോൾ ഇതിനൊരു മീനിങ് ഉണ്ട്. ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങുകയും താഴോട്ട് താഴുകയും പിന്നെ മുകളിലോട്ട് പോകുകയും ചെയ്യുന്ന ഇങ്ങനെ വരുന്ന ഒരു ഫ്രീക്വൻസിയിൽ ചില സമയത്ത് സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരിക്കും, ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ലോ ഹൈ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ഒരു സിനുസോയിഡൽ വേവ് ഫോമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ക്യാമറ ആ വീഡിയോനെ എന്താക്കി മാറ്റി, ഇതുപോലുള്ള ഒരു സിഗ്നലാക്കി മാറ്റി. സാധാരണ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇതൊരു നോർമൽ ഒരു കറണ്ട് അല്ല ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതൊരു സിൻടാക്സ് ആണ്, ഒരു വീഡിയോ സിൻടാക്സ് ആണ്. അതായത് ഇതിനൊരു മീനിങ് ഉണ്ട്. ഇതിങ്ങനെ താഴോട്ട് താഴുന്നതും മുകളിലോട്ട് പോകുന്നതും ഇതിനൊക്കെ ഒരു ഷേപ്പിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ ഈ പോകുന്ന ഈ ഒരു സിഗ്നൽസ് ഇതുപോലെ തന്നെ DVRൽ എത്തിക്കഴിയുമ്പോൾ DVR ആ ഒരു വീഡിയോനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഡീകോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു പ്രോസസ്സും റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോസസ്സും വഴിയാണ് നമ്മൾ ആ DVRൽ നിന്നുള്ള ഔട്ട്പുട്ട് അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ കാണുന്നത്. അതായത് ഈ ഒരു സൈൻ വേവിനകത്ത്, ഈ വരുന്ന ആ ഒരു സിനുസോയിഡൽ വേവ് ഫോമിനകത്ത് എന്തെങ്കിലും ഒരു ഷേപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടായിരിക്കില്ല നമുക്ക് ആ വീഡിയോ ഔട്ട്പുട്ട് അവിടെ കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊരു RG59 കോയാക്സിൽ കേബിളാണ്. 3+1 കോയാക്സിൽ കേബിൾ ആയതുകൊണ്ടാണ് ഇതിനകത്ത് 3 വയറുകൾ എക്സ്ട്രാ കാണുന്നത്. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഈ ഇന്നർ കോറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ വീഡിയോ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നർ കോറിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു ഇൻസുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം ഫോയിലാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഇൻസുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വെളുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഇൻസുലേറ്ററിൻ്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിലുണ്ട്. അതിൻ്റെ പൊക്കത്തായിട്ട് ഒരു ബ്രേഡിങ് കൊടുത്തിട്ടുണ്ട്. കോപ്പർ ബ്രേഡിങ് അല്ലെങ്കിൽ അലുമിനിയം ബ്രേഡിങ് ആയിരിക്കും. അതിൻ്റെ മുകളിലാണ് ഒരു ഔട്ടർ ഷീൽഡ് പോണത്, ഒരു ഔട്ടർ ജാക്കറ്റ് നമ്മൾ പറയും. അതിൻ്റെ പൊക്കത്തൊരു 3 3+1 കേബിൾസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറെ ഒരു ഔട്ടർ ജാക്കറ്റ് ഇതുപോലെ നല്ല കട്ടിയുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CCTV മാനുഫാക്ചർ ഇങ്ങനെ ഒരു കേബിൾ ഡിസൈൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാം. അതായത് ഈ ഒരു കോപ്പർ കവർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇന്നർ കോപ്പർ കോറിൽ കൂടെയാണ് നമ്മുടെ ഈ മെയിൻ സിഗ്നൽ പാസ് ചെയ്യുന്നത്. ഈ മെയിൻ സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഏത് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബ്രേഡിംഗ് ആണ്. ഇതാണ് നമ്മുടെ നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് ഇതൊരു മാഗ്നറ്റായി മാറുമ്പോൾ ആ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് ഒരിക്കലും ഈ നെഗറ്റീവിലേക്ക് വരരുതെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലൊരു അലുമിനിയം ഫോയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനുള്ളിൽ നിന്ന് ആ EMF പുറത്തേക്ക് ഒരു കാരണവശാലും വരരുത്. വന്നാൽ തന്നെ അത് ഈ ഒരു അലുമിനിയം ഫോയിൽ വലിച്ചെടുക്കും. അതായത് ഈ ഒരു അലുമിനിയം ഫോയിൽ ഈ കോപ്പറിൻ്റെ ഈ ഒരു കേബിളിൻ്റെ എൻ്റയർ കവർ ചെയ്ത് ഉള്ളിലൂടെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കേബിൾ എവിടെ വെച്ച് മുറിച്ചാലും അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അലുമിനിയത്തെ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ഉള്ളിൽ
ഫുൾ കവർ ചെയ്തിരിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ പൊക്കത്താണ് ഈ ഒരു നെഗറ്റീവ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോയിരിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന റേഡിയോ ഫ്രീക്വൻസി ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പീനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടെ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പർപ്പസ്ഫുള്ളി ഡിസൈൻ ചെയ്തേക്കണ ഈ ഒരു കേബിൾ മാറ്റിയിട്ട് ഇതുപോലെയുള്ള ഒരു CAT6 നെറ്റ്വർക്ക് കേബിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ സാധാരണ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഈ കേബിളിൽ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി ഇതിനകത്ത് കാണാൻ കഴിയുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് വരുന്നുണ്ടോ? മാത്രമല്ല ഈ ഒരു കേബിൾ ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ഇതിലൂടെ വരുന്ന സിഗ്നൽസ് എത്ര സ്പീഡിൽ ഈ DVRലേക്ക് എത്തണം എന്നും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ കേബിളിൻ്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 75 ohms ഇമ്പിഡൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 75 ohm ഇമ്പിഡൻസ് ആണ് ഈ ഒരു കേബിളിൽ വരുന്നത്, നമ്മുടെ കോയാക്സിൽ കേബിളിൽ. അതേസമയം ഈ ഒരു കേബിളിൻ്റെ ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 100 ohms ആണ്. അപ്പോൾ ഇതിൽ രണ്ടിൻ്റെയും യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രോപ്പർട്ടി ഡിഫറൻസ് ആണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഈ ഒരു CAT6നെ ഒന്നും അല്ലാതാക്കി മാറ്റിയതല്ല. ഈ ഒരു കേബിൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ IP ക്യാമറകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. IP ക്യാമറയുടെ സിഗ്നൽസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? IP ക്യാമറയുടെ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവ്സ് ആണ്. സ്ക്വയർ വേവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു സ്റ്റഡി ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിഗ്നൽസിൽ നമ്മൾ ഈ ഒരു സാധാരണ ക്യാമറകൾ, ഇതുപോലുള്ള സാധാരണ ക്യാമറകളിൽ വരുന്ന രീതിയിലുള്ള ഒരു ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് വളരെ വേഗം സ്വിച്ച് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും IP ക്യാമറകളിൽ വരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള കേബിൾസ് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഡിസൈൻ പ്രോപ്പർട്ടിയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ 75 ohms ആയിട്ടുള്ള ഇതിൻ്റെ ഇമ്പിഡൻസ് റേഷ്യോയിലാണ് നമ്മുടെ DVR വർക്ക് ചെയ്യണത്. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളൊരു ക്യാമറ കണക്ട് ചെയ്തു, ഇവിടെ വേറൊരു ക്യാമറ കണക്ട് ചെയ്തു, ഇവിടെ മറ്റൊരു ക്യാമറ കണക്ട് ചെയ്തു. അതായത് 3 ക്യാമറകൾ നമ്മൾ ഈ ഒറ്റ കേബിളിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഈ കറണ്ട് ഏത് കണ്ടക്ടറിലൂടെ പാസ് ചെയ്താലും നിങ്ങൾക്കറിയാം അതൊരു മാഗ്നറ്റായി മാറും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ കറണ്ട് ഒരു കമ്പിക്കുള്ളിലൂടെ കടത്തി വിട്ടേക്കുവാണ്. അതിനുശേഷം ഒരു കുറച്ച് ഇരുമ്പിൻ്റെ പൊടി കൊണ്ടുവന്നിട്ട് ഈ കമ്പിയുടെ മുകളിൽ ഇങ്ങനെ സർക്കുലറായിട്ട് ഇങ്ങനെ നമ്മൾ തൂക്കി വെക്കുന്നതായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കമ്പിയിലൂടെ കറണ്ട് കടത്തി വിട്ട ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് പ്രതലത്തിൽ ഈ അക്രൈലിക് ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പതിയെ തട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇരുമ്പിൻ്റെ പൊടി ശരിക്കും പറഞ്ഞാൽ ഈ കമ്പിക്ക് ചുറ്റും ഇങ്ങനെ സർക്കുലറായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു കമ്പി ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ട് അതൊരു മാഗ്നറ്റായി മാറിയതാണ്. അപ്പോൾ ഈ ഒരു കേബിളിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മറ്റേ ക്യാമറയിൽ പാസ് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യും, ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 എണ്ണത്തേക്കൂടെയും കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു, പിന്നെ ഇതിലൂടെ നമ്മളൊരു DCയും കടത്തി വിടുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേബിൾ തന്നെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മറ്റേ കേബിളിനെ ഇൻ്റർഫിയർ ചെയ്യും. അതായത് വീഡിയോ സിഗ്നൽസ് ലോസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനുസോയിഡൽ വേവ് ഫോമിൽ വരുന്ന ഈ ഒരു H264 സിൻഡാക്സ്, ഇതിൻ്റെ ഈ ഒരു സിൻഡാക്സിനകത്ത് ഈ ഒരു ഷേപ്പിൽ മാറ്റം വരും. ആ ഷേപ്പിൽ മാറ്റം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീഡിയോ ലോസാണ് അതിൻ്റെ റിസൾട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വെക്കണ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആകും, അല്ലെങ്കിൽ ആ കേബിൾ തന്നെ ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കേബിൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ ബലൂൺ വെച്ചിട്ട് ക്യാമറ കണക്ട് ചെയ്യണമെന്ന്. വീഡിയോ ബലൂൺ വെച്ച് ക്യാമറ കണക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിൽ കൂടുതൽ വീഡിയോ ബലൂൺസ് ഒരു കേബിളിൽ കണക്ട് ചെയ്യാൻ ആരും പറയുന്നില്ല. ഒരു കേബിൾ ഒരു വീഡിയോ ബലൂൺ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് വീഡിയോ ബലൂൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വരുന്ന ഈ ഒരു സിഗ്നൽസ് ഉണ്ടല്ലോ, ഈ സിഗ്നൽസിനെ ഈ കേബിളിലൂടെ കടന്നു പോകുന്ന രീതിയിലേക്ക് വീഡിയോ ബലൂൺ മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ക്യാമറയിൽ നിന്ന് മോഡുലേറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ DVRൻ്റെ സൈഡിൽ ഡീമോഡുലേറ്റ് ചെയ്തിട്ടാണ് അത് DVRലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കേബിളിൽ ഒരു ക്യാമറ മാത്രം വെക്കാവുള്ളൂ എന്നാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കേബിളിനകത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാമറ വെക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ക്വാളിറ്റി എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ കിട്ടുന്നൊരു സാധനമല്ല. നിങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി കേബിൾ തന്നെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ.
ഇപ്പോൾ ഞാൻ കണ്ടാക്കുന്ന പല ആൾക്കാരും ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ബെറ്റർ ക്വാളിറ്റി 4 മെഗാ പിക്സലും 5 മെഗാ പിക്സലും ക്യാമറകളൊക്കെ വാങ്ങിക്കും. DVR ഒക്കെ വളരെ കൂടിയ DVR മേടിക്കും, 5 MB ഫുൾ സപ്പോർട്ടുള്ള DVR ഒക്കെ മേടിക്കും. പക്ഷേ കേബിൾ കൊണ്ടിടുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ കേബിൾ ഇടും. കാരണം കേബിളിനകത്ത് ഭയങ്കര പൈസ മുടക്കുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേബിളിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കേബിൾ ഉപയോഗിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് NVR അല്ലെങ്കിൽ DVRലേക്ക് നമുക്ക് എത്തി അത് നമ്മൾ ഔട്ട്പുട്ട് കാണുമ്പോൾ അത് കൂടുതൽ ഭൂരിഭാഗവും അവിടെ വെച്ച് വീഡിയോ ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ ഈ വരുന്ന കേബിളിൽ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഷേപ്പിലൂടെ ഡിസ്റ്റോർഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡിസ്റ്റോർഷൻ എന്നാണ് പറയുക. ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ ഈ വരുന്ന സിഗ്നൽസിലുണ്ടാകുന്ന ആ ഒരു ഷേപ്പ് ചേഞ്ചാണ്. ആ ഷേപ്പ് ചേഞ്ച് ഉണ്ടായാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ക്യാമറ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല DVRൽ എന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഷെയ്ക്കിങ് വരുന്നതും അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്നതും നോയ്സ് വരുന്നതൊക്കെ ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി കേബിൾസ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കേബിളിൽ ഒന്നിൽ കൂടുതൽ ക്യാമറ വയ്ക്കുന്ന ആളുകളൊന്നും ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡും ഫോളോ ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എന്തിനാണ് നമ്മളെല്ലാവരും സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ RJ45 ജാക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ പറയും വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ ബ്ലൂ, വൈറ്റ് ബ്ലൂ ഗ്രീൻ, വൈറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, EIA TIA 568B സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ഒരു 568B സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് പോകുന്ന ആ ഒരു സെറ്റപ്പ് നാളെ മറ്റൊരു ടെക്നീഷ്യൻ വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴും ആ RJ45 ജാക്ക് അതുപോലെ തന്നെ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മറ്റ് കാര്യങ്ങളൊന്നും അയാൾ മാറ്റം വരുത്തുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് 3 ക്യാമറ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നാളെ ഈ ഒരു ക്യാമറ സിസ്റ്റം നമ്മളിപ്പോൾ ഇന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണ ഈ ഒരു ക്യാമറ സിസ്റ്റം നമ്മൾ തന്നെയാണ് സർവീസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റുമോ? അതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് യാതൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ടെക്നീഷ്യൻ വന്നിട്ട് ഒരിക്കലും ആ സാധനം സർവീസ് ചെയ്ത് നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഈ ഒരു രീതിയിൽ ഒരു അൺസ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ ഞങ്ങൾ ഒരിക്കലും നെക്സ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ നല്ലൊരു സാധനം നടത്തുന്ന ആൾക്കാർ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു നല്ലൊരു പേരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പേര് നമുക്ക് ഇതുപോലുള്ള അൺസ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വില കുറഞ്ഞ ചിലപ്പോൾ 200-300 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പേര് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും. നമുക്ക് കിട്ടാവുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാതായി പോകും. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ കാറ്റ്സിസ് കേബിൾ ഞങ്ങൾ IP ക്യാമറകൾക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കോയാക്സിൽ കേബിളുകൾ ഞങ്ങൾ നമ്മുടെ സാധാരണ HD ക്യാമറകൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി കാറ്റ്സിസ് കേബിൾ ഞങ്ങൾ IP ക്യാമറകൾക്ക് മാത്രമല്ല HDക്കും യൂസ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ പറ്റുന്ന സാഹചര്യത്തിലാണ്, അതായത് കൺസീൽഡ് ആയിട്ട് ഇപ്പോൾ കസ്റ്റമർ കേബിൾ വലിച്ചിട്ടേക്കാണ്, അത് കാറ്റ്സിസ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ബലൂൺ വെച്ചിട്ടാണ് അന്ന് ആ സമയത്ത് എന്ത് ചെയ്യുന്നത് വയ്ക്കുന്നത്. അപ്പോഴും ഒരു കേബിൾ ഒരു ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നുള്ളൂ, ഒന്നിൽ കൂടുതൽ ക്യാമറകൾക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഏതൊരു സാധനവും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഡിസൈൻ ചെയ്തേക്കുന്ന ഡിസൈനർ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഹെൽമെറ്റും വെച്ചിട്ട് ബൈക്ക് ഒരിക്കലും റൈഡ് ചെയ്യരുത്, അത് അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വീണ്ടും കാണാം. ഓക്കെ.